രാജസ്ഥാനിലെ മുസ്ലിം വിരുദ്ധ പരാമർശം വിവാദമായതോടെ മുസ്ലിങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ വർഗീയ പരാമർശം ഉത്തർപ്രദേശിലെ അലിഗഡിലെ റാലിയിൽ മോദി ആവർത്തിച്ചില്ല. മുത്തലാഖ് നിരോധിച്ച് മുസ്ലിം സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കിയെന്നാണ് മോദി പറഞ്ഞത്. पहले हज कोटा कम होने की वजह से कितनी मारामारी होती थी, उसमें भी रिश्वतखोरी चलती थी और ज्यादातर रसूखदार लोग ही हज जाने का मौका पाते थे। मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। आज न सिर्फ भारत का हज का कोटा बढ़ा है, बल्कि वीजा नियमों को भी आसान बनाया गया है। सरकार ने एक बहुत बड़ा अहम फैसला लिया। पहले हमारी मुस्लिम माताएं बहनें अकेली हज करने जा नहीं सकती थी। सरकार ने महिलाओं को बिना महरम हज जाने की अनुमति भी दी और मुझे हजारों ऐसी बहनें आशीर्वाद दे रही है जिनका हज जाने का सपना पूरा हुआ। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ ന്യായീകരിച്ച് അമിത് ഷാ രംഗത്തെത്തി. മോദി പറഞ്ഞത് പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളാണ്. BJP നയമെല്ലാം വിഭാഗങ്ങളിലെയും പാവപ്പെട്ടവർക്ക് തുല്യ പരിഗണന എന്നതാണ്. രാജ്യത്തെ സമ്പത്തിൽ ആദ്യാവകാശം ന്യൂനപക്ഷങ്ങളാണ് എന്നും ദളിതരും ആദിവാസികളുമല്ല എന്നും മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നതായിട്ടും അമിത് ഷാ പറയുന്നു. അമിത് ഷായുടെ പ്രതികരണത്തിലേക്ക്. मोदी जी ने कल कहा क्यों करना है सर्वे को, कांग्रेस पार्टी पूरी नरेंद्र मोदी पर सवाल उठा रही है। मैं आज कांग्रेस पार्टी को पूछना चाहता हूं, आपके घोषणा पत्र में सर्वे की बात है या नहीं है? राहुल बाबा देश के नाम में स्पष्ट करे। और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार माइनॉरिटी का है, आदिवासी दलित का नहीं है, आदिवासी दलित का नहीं। മോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ്. അതേസമയം മോദിക്കെതിരെ ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ശരത് കെ ശശി, നോബിൾ മാരിക്കാരൻ എന്നിവർ വിവരങ്ങളുമായി. ആദ്യം നോബിളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണോ നോബിൾ? സ്മൃതി, അല്പം മുമ്പായിരുന്നു ദില്ലിയിൽ AICC ആസ്ഥാനത്തിന് അടുത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് പ്രതിഷേധം ഉണ്ടായത്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ റൈസീന റോഡാണ് തൊട്ട് മുന്നിലുള്ള. ആ റോഡിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രകടന പത്രികയും ആയി മാർച്ച് ചെയ്യുകയാണ് ചെയ്തത്. പ്രവർത്തകരെ റോഡിന് അടുത്ത് വെച്ച് തന്നെ പോലീസ് തടഞ്ഞു. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമായിരുന്നു ഇന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായത്. പെട്ടെന്ന് തീരുമാനിച്ച പ്രതിഷേധം ആയിരുന്നു. എന്താണെങ്കിലും പ്രതിഷേധത്തിൽ പ്രധാനമായും ഈ നേതാക്കൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രി ഇത്തരത്തിൽ വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കും, തപാലിൽ അയച്ചു കൊടുക്കും എന്നുകൂടി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിട്ട് ഇന്നലെ തപാലിൽ അത് അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ അവിടെ ഉണ്ടായത്. എന്താണെങ്കിലും വലിയ സംഘർഷങ്ങളിലേക്കൊന്നും പ്രതിഷേധം കടന്നില്ല എന്നും എടുത്തു പറയണം. സമാധാനപരമായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിച്ച പ്രവർത്തകർ പിന്നീട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതേസമയം മോദിയുടെ പരാമർശത്തിനെതിരെ അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും. സൽമാൻ ഖുർഷിദ്, അതോടൊപ്പം തന്നെ മനു അഭിഷേക് സിംഗ്വി, ഒപ്പം ഗുർദീപ് സപ്പൽ അടക്കമുള്ള നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 മണി കഴിയുമ്പോൾ എത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ പരാതി നൽകുക. എന്താണെങ്കിലും രൂക്ഷ വിമർശനമാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയത്. പ്രത്യേകിച്ച് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് എന്നാണ് പറഞ്ഞത്. മറ്റൊരു വശത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ ആകട്ടെ ഈ വിഷയം വ്യതിചലിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുള്ള അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാനുള്ള നീക്കമാണ് എന്നടക്കമുള്ള വിമർശനം ഉന്നയിച്ചു. എന്താണെങ്കിലും വർഗീയപരമായ പ്രധാനമന്ത്രിയുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ വരും ദിവസങ്ങളിൽ പ്രചാരണമാക്കുകയും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാനുമാണ് കോൺഗ്രസിന്റെയും മറ്റ് ഇന്ത്യ സഖ്യത്തിലെയും പാർട്ടികളുടെ തീരുമാനം. മറ്റ് CPM അടക്കമുള്ള പാർട്ടികളും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്.
ശരി, ശരത് കെ ശശി കൂടിയുണ്ട്. ശരത്, ഇപ്പോൾ മോദിയുടെ ഇന്നലത്തെ പ്രസംഗം, ഇന്നത്തെ പ്രസംഗം, ഇന്നലെ പറഞ്ഞതിനെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. ഈ ഗുജറാത്ത് കലാപത്തിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് സമാനമായ പ്രസംഗമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. ഇന്നിപ്പോൾ മറ്റു ചില കാര്യങ്ങൾ, ന്യൂനപക്ഷത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. ഇതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ അമിത്ഷായുടെ പ്രതികരണം മാത്രമാണ് വന്നത്. അമിത്ഷാ നേരത്തെയുള്ള പ്രസംഗത്തെ, ഇന്നലെ നടത്തിയ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ പ്രസംഗം. സ്മൃതി, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വിഭജിച്ച് നൽകും എന്നതായിരുന്നു. ഇതിൽ പ്രതിഷേധവും വിമർശനവും ശക്തമായ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രി തന്നെ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്ന പ്രസ്താവനകൾ, ആ രീതിയിലുള്ള നിലപാട് പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. ആ പ്രസംഗം, കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്ന് അല്പം മയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം ഇന്ന് പ്രധാനമന്ത്രി നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത് മുസ്ലിങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള ഉത്തർപ്രദേശിലെ അലിഗഡാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല എന്ന വിമർശനം ആദ്യം പ്രധാനമന്ത്രി ഉന്നയിച്ചത്. മുസ്ലിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടി ഒരു പ്രവർത്തനങ്ങളും കോൺഗ്രസും അതുപോലെ സമാജ്വാദി പാർട്ടിയും ചെയ്തില്ല. പക്ഷേ BJP അങ്ങനെയല്ല. BJP മുസ്ലിം മതവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എടുത്തു പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹം അവതരിപ്പിച്ചത് മുത്തലാഖ് നിരോധനം തന്നെയാണ്. ഈ മുത്തലാഖ് നിരോധിച്ചതിലൂടെ മുസ്ലിം സ്ത്രീകളെ വലിയ തോതിൽ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ഹജ്ജ് ക്വാട്ടയുമായി ബന്ധപ്പെട്ട് നേരത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഹജ്ജ് ക്വാട്ട പരിമിതപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഹജ്ജിന് പോകാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ സൗദി രാജകുമാരനുമായി താൻ സംസാരിച്ച് അവിടെ ഹജ്ജ് ക്വാട്ട വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൂടാതെ നേരത്തെ സ്ത്രീകൾക്ക് തനിച്ച് ഹജ്ജിന് പോകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥയുണ്ടായിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് തനിച്ച് ഹജ്ജ് നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കിയെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. അങ്ങനെ മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രതിരോധം തീർത്തത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലികളിൽ എവിടെയും ഇത്രയും വിശദമായി ഈ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിന് പശ്ചാത്തലം ഒരുക്കിയതാകട്ടെ ഇന്നലത്തെ രാജസ്ഥാനിലെ പ്രസംഗവുമാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ മുസ്ലിങ്ങൾക്ക് ഈ സ്വത്തുക്കൾ വീതിച്ചു നൽകും എന്നതായിരുന്നു കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിച്ച ആരോപണമെങ്കിൽ ഇന്ന് സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത് മറ്റാളുകൾക്ക് വിതരണം ചെയ്യുമെന്ന് ആരോപിക്കുമ്പോൾ തന്നെ അതിൽ ഈ മുസ്ലിം എന്ന പദപ്രയോഗം ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. രാജ്യത്തെ സ്ത്രീകളുടെ കെട്ടുതാലിയടക്കം പിടിച്ചെടുത്ത് കോൺഗ്രസ് വിതരണം ചെയ്യുമെന്ന വിമർശനം പ്രധാനമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തിന് അദ്ദേഹം കാരണമായി പറയുന്നത് കോൺഗ്രസ് മാനിഫെസ്റ്റോയാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ വർഗീയ ഉള്ളടക്കമുള്ള പദപ്രയോഗം ഇന്ന് നടത്തിയിട്ടില്ല. അമിത്ഷാ ഇന്ന് പ്രധാനമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയുടെ സ്വത്തിൽ പ്രധാന അവകാശമുണ്ട് എന്ന് പറഞ്ഞ കാര്യം. ശരി, കോൺഗ്രസ് പ്രക്രിയയെ വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രതികരണം ആണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു മറ്റൊരു പ്രതികരണത്തിലേക്ക് മാറ്റിക്കൊണ്ട് അത് മയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. നോബിൾ മാരിക്കാരനും ശരത് കെ ശശിയുമാണ് വിവരങ്ങൾ നൽകിയത്.